ഇന്ത്യക്ക് മേൽ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദങ്ങളുടെ പിന്നിലെ തന്ത്രം പുറത്ത്. അമേരിക്കൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യ തങ്ങളുടെ വൻ വിപണിയെ തുറക്കണമെന്ന ആഗ്രഹം അമേരിക്കയ്ക്കുണ്ടെന്ന് ഇന്ത്യയിലെ അടുത്ത അമേരിക്കൻ അംബാസിഡറായ സെർജിയോ ഗോർ വിശദീകരിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കുവാൻ അമേരിക്കയെ അനുവദിക്കണമെന്ന് സെർജിയോ ഗോർ പറഞ്ഞു. റഷ്യയേക്കാൾ വിലക്കുറവിൽ ഇത് നൽകുമോ എന്ന ഇന്ത്യൻ പത്രക്കാരുടെ ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. മാത്രവുമല്ല, ചൈനയുമായി ഇന്ത്യ അടുക്കുന്നത് നിർത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകളിൽ, വ്യാപാര കയറ്റുമതികളിൽ ഇന്ത്യക്ക് തന്നെയാണ് നേട്ടമുള്ളത്. 45 ബില്യണാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന വ്യാപാരത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന വ്യാപാര മിച്ചം. എന്നാൽ ചൈനയുമായി ഇന്ത്യ കച്ചവടം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നത് നഷ്ടമാണ്. 95 മില്യൺ ചൈനയ്ക്കാണ് മെച്ചം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിൽക്കുവാൻ ശ്രമിക്കുന്നത് അമേരിക്കയിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും തന്നെയാണ്. പക്ഷേ അമേരിക്കയ്ക്കും വേണ്ടത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ വിപണി തന്നെയാണ്. കുതിക്കുന്ന ഇന്ത്യയുടെ വിപണിയിൽ തന്നെയാണ് അമേരിക്കയുടെയും നോട്ടം. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാതെ അമേരിക്കയുടെ ഓയിൽ വാങ്ങുവാൻ ഇന്ത്യയെ നിർബന്ധിക്കുവാൻ ട്രംപ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഓഫർ സ്വീകരിക്കുവാനാണ് സാധ്യത. റഷ്യയേക്കാൾ വില കുറച്ച് കിട്ടുമോ എന്നത് മാത്രമായിരിക്കും ഇവിടുത്തെ ചോദ്യം. മാത്രവുമല്ല, ഇന്ത്യയുടെ മിലിറ്ററിയും എയർഫോഴ്സുമെല്ലാം നവീകരണത്തിൻ്റെ പാതയിലാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നവീന ടെക്നോളജികളെല്ലാം തന്നെ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കൈവശമാണ് ഉള്ളത്. ആയതിനാൽ ഇന്ത്യക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ വിട്ടൊഴിയുവാനായി സാധിക്കുകയില്ല. അത് നന്നായി മനസ്സിലാക്കിയ അമേരിക്ക ഇന്ത്യയുടെ മനസ്സറിഞ്ഞ് തന്നെ കളിക്കുകയാണ്. തങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന, തങ്ങൾക്ക് വിൽക്കാനുള്ള ക്രൂഡ് ഓയിലും മറ്റു വസ്തുക്കളും ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുവാൻ തന്നെയാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഇത് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ ഇന്ത്യക്കും പ്രയോജനകരം തന്നെയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾക്കായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സന്ദർശനത്തിൽ കൂടുതൽ വ്യക്തതയോടുകൂടി എന്തൊക്കെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായി സാധിക്കും.